ജീവിതത്തിൽ നാം ഓർത്തോർത്ത് വ്യാകുലപ്പെടുന്ന, ആശങ്കപ്പെടുന്ന, ഭയപ്പെടുന്ന 85% കാര്യങ്ങളും ഒരിക്കലും സംഭവിക്കാനേ പോകുന്നില്ല. അത് നമ്മുടെ സ്ട്രെസ് ലെവൽ കൂട്ടാനും ജീവിതത്തെ കഷ്ടത്തിലാക്കാനും വിഷാദത്തിലേക്ക് തള്ളിയിടാനും മാത്രമേ കാരണമാകൂ. 15% കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലേ അല്ല. ആക്സിഡൻസ്, ദുരന്തങ്ങൾ, മരണം. 5% കാര്യങ്ങളാണ് നമുക്ക് ദിവസേന ഡീൽ ചെയ്യേണ്ടി വരുന്നത്. അവിടെ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രശ്നങ്ങളിൽ നോക്കി കരയാതെ, ഭയപ്പെടാതെ, പിന്തിരിഞ്ഞോടാതെ, ഓരോ പ്രശ്നത്തിനും പരിഹാരമാർഗങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എ പ്ലാൻ ഫെയിലായാൽ ബി പ്ലാൻ ഉണ്ട്, ബി പ്ലാൻ ഫെയിലായാൽ സി പ്ലാൻ ഉണ്ട്, അങ്ങനെ Z വരെ പ്ലാൻ ഉണ്ട് എന്ന തിരിച്ചറിവിൽ മുന്നോട്ട് പോകാൻ സാധിക്കണം. ദുരന്തങ്ങളിൽ, തീരാനഷ്ടങ്ങളിൽ അതിനതിജീവിച്ച് പകച്ചു നിൽക്കുന്നവർക്ക്, മനസ്സ് മരവിച്ച് നിൽക്കുന്നവർക്ക് ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാനുള്ള സമയം അനുവദിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദുരന്തമുഖങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന രക്ഷാപ്രവർത്തകരോടൊപ്പം ഒരു നാടിൻ്റെ സ്നേഹത്തിനും കരുതലിനോടുമൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് സഹായങ്ങൾ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാം. ഒരു ദുരന്തത്തിലും ആരും ഒറ്റയ്ക്കല്ല എന്ന ഒരാശ്വാസമാകാം. തീരാനഷ്ടങ്ങളിൽ നിന്ന്, വലിയ വലിയ വീഴ്ചകളിൽ നിന്ന്, പെട്ടെന്നുണ്ടാകുന്ന നടുക്കങ്ങളിൽ നിന്ന് അതിജീവിക്കട്ടെ ഓരോ മനുഷ്യരും.